നമസ്കാരം. കേര പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്കറിയുന്നത് പോലെ കേരളത്തിലെ കാർഷിക മേഖലയെ കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിന് പര്യാപ്തമാക്കുന്നതിന് വേണ്ടി വേൾഡ് ബാങ്കുമായി ചേർന്ന് സംസ്ഥാന കാർഷിക വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര. കേരളത്തിലെ കൃഷിയുടെ സാഹചര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ വളരെയധികം പഴങ്ങളും പച്ചക്കറികളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കൃഷി ഇടങ്ങളുടെ വ്യാപ്തി പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഏകദേശം 30 മുതൽ 40% വരെ മാത്രമേ നമ്മുടെ ആവശ്യത്തിനുള്ള കൃഷി നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് പൂർത്തീകരിക്കുന്നത്. എന്നാൽ നമ്മൾ കൃഷിയിടങ്ങളുടെ വ്യാപ്തി നോക്കുമ്പോൾ വളരെയധികം കേരളത്തിലെ കൃഷിയിടങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരമായിട്ടാണ് കേരള കാർഷിക വകുപ്പ് നവോത്ഥാൻ എന്ന പദ്ധതി കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ന് കേരയുടെ പ്രൊക്യൂർമെൻറ്റ് ഓഫീസറും സംസ്ഥാന കൃഷി വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടറുമായ ശ്രീ സുരേഷ് തമ്പി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു. സർ, ഈ ഫേസ്ബുക്ക് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ കൃഷി രീതിയിൽ നമ്മുടെ ധാരാളം കൃഷിയിടങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നു. എന്നാൽ അതേസമയം നമുക്ക് ആവശ്യത്തിനുള്ള പഴങ്ങളും പച്ചക്കറികളും നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടിയും വരുന്നു. ഈ ഒരു അവസ്ഥയ്ക്ക് നമുക്ക് നവോത്ഥാൻ പദ്ധതി എങ്ങനെ സഹായകരമാകുമെന്നാണ് കരുതുന്നത്? നവോത്ഥാൻ എന്ന് പറഞ്ഞ പദ്ധതി 2 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കൃഷി വകുപ്പ് രൂപകൽപ്പന ചെയ്തതാണ്. അതിൽ പേരിൽ തന്നെ വളരെ രസകരമായൊരു കാര്യമാണ്. നവോ എന്ന് പറയുന്നത് പുതിയതും, ധൻ എന്ന് പറയുന്നത് പണവുമാണ്. അപ്പം പുത്തൻ പണം കർഷകർക്ക് ലഭ്യമാക്കുക അല്ലെങ്കിൽ ഭൂ ഉടമസ്ഥന് ലഭ്യമാക്കുക എന്ന വലിയൊരു ആശയമാണ് ഇതിൻ്റെ പുറകിൽ. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായിട്ട് ഈ പറയുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് ഏകദേശം 30-40 കഴിഞ്ഞാൽ ഏകദേശം 60% അല്ലെങ്കിൽ 70% നമുക്ക് പച്ചക്കറികളും അതുപോലെ തന്നെ ഫലവർഗ്ഗങ്ങളും ആവശ്യമാണ്. ഇത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കിട്ടുന്നു എന്ന് വളരെ ഇതായിട്ട് പറയുകയും ചെയ്തു. എന്തുകൊണ്ട് കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൂടാ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്. ഉൽപ്പാദിപ്പിക്കാം, പക്ഷേ അത് ഉൽപ്പാദിപ്പിക്കാനുള്ള സ്ഥലം കർഷകരുടെ കയ്യിൽ കിട്ടണമെങ്കിൽ ഉടമസ്ഥന് അതിനുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അതാണ് നവോത്ഥാൻ പദ്ധതി കൂടെ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഭൂ ഉടമകൾക്ക് ഇപ്പോൾ പാട്ടം എന്ന് പറയുന്ന ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അത് ലീഗലി വയബിളാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പലപ്പോഴും ഭൂ ഉടമകൾക്ക് തന്നെ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യം എന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് നമ്മുടെ വളരെ പൈസ മുടക്കി മേടിച്ചിട്ടുള്ള കൃഷിഭൂമി ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഭൂ ഉടമസ്ഥനുള്ളത്. ആ ഒരു സമയത്ത് ഭൂ ഉടമസ്ഥൻ എന്താ ചിന്തിക്കുക, ഭൂമി വെറുതെ കിടക്കട്ടെ, എപ്പോഴെങ്കിലും അത് വിറ്റ് കാശാക്കാം അല്ലെങ്കിൽ വേറൊരു ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നതായിരിക്കാം. അതിന് ബദലായിട്ടാണ് നമ്മുടെ നവോത്ഥാൻ പദ്ധതിയിൽ ഈ പറയുന്ന ഭൂമി രജിസ്റ്റർ ചെയ്ത് കർഷകന് നമ്മൾ കൃഷി ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ടുള്ളൊരവസരം. അത് പാട്ടത്തിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെടുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ പാട്ടത്തിന് നമ്മൾ ഭൂമി കർഷകന് കൊടുക്കുകയാണ്. ഇത് അതിന് പകരം കർഷകൻ്റെ കൃഷിഭൂമി കൃഷി ഉടമസ്ഥൻ്റെ കയ്യിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് കർഷകനെ നമ്മൾ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, അവനെ ഇതിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. നീ കൃഷി ചെയ്തോളൂ, ഏത് ആണ് കൃഷി ചെയ്യേണ്ടത് എന്ന് മാത്രം കൃഷി ഉടമസ്ഥനായി എനിക്ക് പറഞ്ഞു തരിക, അതനുസരിച്ചിട്ട് നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ് നവോത്ഥാൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു പുതിയ രീതിയിലുള്ള ഒരു കരാർ വ്യവസ്ഥയാണോ സർ? അങ്ങനെ നമുക്കിതിനെ പറയാൻ കഴിയുമോ? ഇതൊരു പുതിയ രീതിയിലുള്ള ഒരു കരാറാണ്. ഇതിന് നമ്മൾ സർവീസ് ലെവൽ എഗ്രിമെൻ്റ് എന്നാണ് പറയുന്നത്. ഇതിനകത്ത് സർവീസാണ്, അതായത് കർഷകൻ കൃഷിഭൂമിയിൽ വന്ന് അവൻ സർവീസ് നടത്തുന്നു. എന്താണ് സർവീസ്? അവൻ കൃഷിയിടം നന്നാക്കിയെടുക്കുക, കൃഷിയിടത്ത് പുതിയ വിളകൾ അദ്ദേഹം വിളയ്ക്കുക, അതിനുശേഷം അത് ഹാർവെസ്റ്റ് ചെയ്യുക, അത് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുക. അങ്ങനെ ഒരു സർവീസാണ് അവൻ കൃഷിഭൂമി ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് കർഷകൻ എന്താ ലാഭമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ കൃഷിഭൂമിയിൽ നിന്ന് കിട്ടുന്ന ആദായത്തിൻ്റെ ഒരു ചെറിയൊരു ശതമാനം, അതിൻ്റെ ലാഭത്തിൻ്റെ ഒരു ശതമാനം ഇത് കൃഷി ഉടമസ്ഥന് കിട്ടാവുന്ന രീതിയിലേക്ക് ഇതിനെ നമുക്ക് മാറ്റാനും കൂടെ സാധിക്കും. അപ്പോൾ അങ്ങനെ നവോത്ഥാൻ പദ്ധതി വഴി ആർക്കൊക്കെ നേട്ടം കിട്ടുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഭൂ ഉടമസ്ഥന് വെറുതെ കിടക്കുന്ന ഭൂമി അദ്ദേഹത്തിന് കുറച്ച് പൈസ കർഷകൻ കൊടുക്കുന്നു. ഇത്രയും റിസോഴ്സസ് ഉള്ള അല്ലെങ്കിൽ ധാരാളം വെള്ളവും അതുപോലെ തന്നെ മറ്റുള്ള ഫലപുഷ്ടമായ മണ്ണുള്ള നമ്മുടെ കേരളത്തിൽ കൃഷി ചെയ്യാനായിട്ട് കർഷകൻ മുന്നോട്ട് വരികയും അങ്ങനെ നല്ല ഒരു വിള അദ്ദേഹത്തിന് വിളയ്ക്കാനായിട്ട് സാധിക്കും, വിളയെടുക്കാനായിട്ട് സാധിക്കും. അതുവഴി അവന് വരുമാനം കിട്ടുന്നു. കേരളത്തിൽ എന്താ ഗുണം? ആവശ്യമായിട്ടുള്ള പച്ചക്കറി ആയിരുന്നാലും ഫല വർഗ്ഗങ്ങളായിരുന്നാലും ഇത് നല്ല കൺസ്യൂമേഴ്സിന് കിട്ടാനായിട്ടുള്ള നല്ലൊരു അവസരവും കൂടിയാണ്. തീർച്ചയായിട്ടും വളരെ വിൻ വിൻ സിറ്റുവേഷനിലുള്ള ഒരു പദ്ധതിയായിട്ട് സർ പറഞ്ഞപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ ഈ പദ്ധതിയിലോട്ട് തീർച്ചയായിട്ടും ഒത്തിരി ആൾക്കാർക്ക് താല്പര്യം കാണും ഇതിൽ ജോയിൻ ചെയ്യാനായിട്ട്. എങ്ങനെയാണ് ഈ പദ്ധതിയിലേക്കുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്? കൃഷി ഉടമകളെ ആണെങ്കിലും കർഷകരെ ആണെങ്കിലും? അതെ, ഇതിനകത്ത് നമ്മൾ ഓൺലൈനായിട്ടുള്ള ഒരു രീതിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. കേരള അഗ്രോ ബിസിനസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാപ്കോ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ടാണ് ഇതിനെ
നമ്മുടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്യാപ്കോ മുഖാന്തരമാണ് നമുക്ക് നവോത്ഥാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്യാപ്കോ ആരോന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു പ്രാതിനിധ്യം ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ ക്യാപ്കോ വഴി നമ്മുടെ ക്യാപ്കോയുടെ വെബ്സൈറ്റിനകത്ത് നമ്മളൊരു പ്ലാറ്റ്ഫോം, നവോത്ഥാൻ്റെ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ പ്ലാറ്റ്ഫോമിനകത്ത് കൃഷിക്കാരനാണെങ്കിൽ ആസ് എ ഫാർമർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്തോട്ട് കയറാം. ഇപ്പോൾ ഫാമർ പ്രൊഡ്യൂസിങ് കമ്പനികളുണ്ടാകാം, അല്ലെങ്കിൽ അഗ്രിപ്രണേഴ്സ് ഉണ്ടാവാം, സ്റ്റാർട്ടപ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ പുതിയ ബിസിനസ്സുകാരുണ്ടാവാം. ഇവർക്കെല്ലാം ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അവർ ഒരു ഫാർമർ എന്ന രീതിയിലോ ഫാമർ ഗ്രൂപ്പ് കമ്പനീസ് എന്ന രീതിയിലോ അല്ലെങ്കിൽ എൻ്റർപ്രണർ എന്ന രീതിയിലോ പാർട്ട്ണർഷിപ്പ് എന്ന രീതിയിലോ ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അതിനകത്ത് അദ്ദേഹത്തിന് എത്രയാണ് ഭൂമി വേണ്ടത്, എന്താണ് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാര്യങ്ങളെല്ലാം ആ പ്ലാറ്റ്ഫോമിനകത്ത് ഫില്ല് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഒരു OTP കിട്ടി, ഇദ്ദേഹത്തിന് ഒരു യൂസർ നെയിമും കിട്ടി, അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ പൂർത്തിയാകും. രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഒരു ഫീസായിട്ട് ഒരു 750 രൂപ അദ്ദേഹം അടയ്ക്കണം. അത് ക്യാപ്കോയുടെ അക്കൗണ്ടിലേക്ക് പോകും. അതൊരു വൺ ടൈം ഫീസാണ്. അതായത് ഒരു ഭൂമി അദ്ദേഹത്തിന് കിട്ടാനായിട്ട്, അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ ഫുള്ളായിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃഷിഭൂമി കിട്ടാനായിട്ടുള്ള ഒരു ഫസ്റ്റ് രജിസ്ട്രേഷനാണ്. ആ രജിസ്ട്രേഷൻ കിട്ടുമ്പോഴത്തേക്ക് അദ്ദേഹം നവോത്ഥാൻ്റെ ഒരു പാർട്ട്ണറായിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ട്ണർ ആരാ? കൃഷിഭൂമി ഇപ്പം ധാരാളം ആൾക്കാരുടെ കയ്യിൽ, പ്രൈവറ്റ് ആൾക്കാരുടെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് സെക്ടേഴ്സിൻ്റെ കയ്യിൽ, ധാരാളം യൂണിവേഴ്സിറ്റിയുടെ കയ്യിൽ, ക്യാമ്പസൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി മേഖലകൾ നമുക്കുണ്ട്, ഫാക്ടറീസ് ഉണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം കൃഷി ഉടമസ്ഥനായിട്ട് ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യാം. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് എന്തൊക്കെ എഴുതേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനകത്ത് കയറുമ്പോഴത്തേക്ക് എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട്, വെള്ളമുണ്ടോ, ചുറ്റുമതിലുണ്ടോ, റോഡിൽ നിന്ന് എത്രയാണ് ഡിസ്റ്റൻസ് ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. അവരും 750 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പബ്ലിക് സെക്ടർ, അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഭൂമിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും തന്നെ പൈസ അടയ്ക്കേണ്ട ആവശ്യമില്ല, രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ഇങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകരും ഉണ്ടാവും, കൃഷിഭൂമിയും ഉണ്ടാവും. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു നടപടി എന്ന് പറയുന്നത്. കർഷകരും അതുപോലെ തന്നെ കൃഷിഭൂമിയുള്ള ആൾക്കാരും രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഇവർ തമ്മിൽ ഏത് കൃഷിഭൂമി ഏത് കർഷകനാണ് അനുയോജ്യമായിട്ട് വരുന്നത്, ആ ഒരു രീതിയിലോട്ട് എത്തുന്നത് എങ്ങനെയാണ് സർ? ഇത് 365 ദിവസം ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം എപ്പോഴും വേണമെങ്കിലും ആൾക്കാർക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എല്ലാ 15 ദിവസത്തിലൊരിക്കലും നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൃഷിക്കാർക്ക് ഈ പ്ലാറ്റ്ഫോമിനകത്ത് കയറി നോക്കുമ്പോഴത്തേക്ക്, രജിസ്റ്റർ ചെയ്ത് അകത്ത് കയറി നോക്കും, ലോഗിൻ ചെയ്ത് നോക്കുമ്പോൾ കൃഷിഭൂമികളെല്ലാം കാണാനായിട്ട് സാധിക്കും. അതിനകത്ത് ഏതൊക്കെ കൃഷിഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. ഫോർ എക്സാമ്പിൾ, ഞാൻ തിരുവനന്തപുരംകാരനാണ്, എനിക്ക് ഒരു 5 ഏക്കർ ഭൂമി വേണം. ഞാൻ ആ കൃഷിക്കാരനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നവോത്ഥാനിൽ. ഞങ്ങൾ കയറി ആദ്യം നോക്കുമ്പോഴത്തേക്ക് ആ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കൃഷിഭൂമിയെല്ലാം അതിനകത്ത് കാണാൻ പറ്റും. ഏതൊക്കെ ഭൂ ഉടമസ്ഥനാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റും. അതിനകത്ത് നമ്പർ ഉണ്ടാവും, ഭൂ ഉടമസ്ഥൻ്റെ നമ്പർ ഉണ്ടാവും, എത്രയാണ് ഏരിയ എന്നുണ്ടാവും, അവിടെ എന്തൊക്കെയാണ് റിസോഴ്സസ് ഉള്ളത് എല്ലാം അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ എന്താ ആദ്യത്തെ നടപടി എന്ന് പറയുന്നത്, ഞാൻ അതിനകത്തുള്ള ഒരു ഉടമസ്ഥനെ നമ്മൾ ഫോൺ ചെയ്യുക. സാർ, എനിക്ക് താങ്കളുടെ ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതായിട്ട് കണ്ടു, ഞാൻ ആ ഭൂമി വന്ന് കണ്ടോട്ടെ, എനിക്കവിടെ കൃഷി ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ പോയി കാണുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഭൂമി അദ്ദേഹത്തിന് മാർക്ക് ചെയ്യാം. അതുപോലെ ആ കണ്ട 5-6 ഭൂമി ഉണ്ടാകും. എല്ലാ ഭൂമിയും പോയി നോക്കിയതിന് ശേഷം ഏറ്റവും ഉചിതമായിട്ടുള്ള ഭൂമി അദ്ദേഹം സെലക്ട് ചെയ്തതിന് ശേഷം ആ ഭൂമി ഞാൻ ഇത്ര രൂപ തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ബിഡിങ്ങിലേക്ക് പോകണം. ആ ബിഡിങ്ങിലേക്ക് പോകുന്ന എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, എന്നെപ്പോലെ 4-5 പേരിട്ട് വേണ്ടത്തുണ്ടാവും. ഇവർക്കെല്ലാം ഈ ഭൂമി തന്നെ വേണ്ടി വരും. അപ്പോൾ ഒരാൾക്ക് തന്നെ 5-6 ആൾക്ക് ഒരു ഭൂമി തന്നെ മതിയെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലായിട്ട് സാമ്പത്തികമായിട്ട് ഉടമസ്ഥന് ഞാൻ ഇത്രയും രൂപ നൽകാം വർഷം എന്ന് പറയുന്ന ആ ഒരു ബിഡിനെ നമ്മൾ സ്വീകരിക്കുകയും അത് ക്യാപ്കോ സ്ക്രൂട്ടനൈസ് ചെയ്യും. അതിനുശേഷം ക്യാപ്കോ തീരുമാനിക്കും ഇന്ന കർഷകൻ ഇന്ന ഭൂ ഉടമസ്ഥന് വേണ്ടിയിട്ട് കൃഷി ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു. ഇത് മാത്രം പോരാ, ഈ കർഷകൻ ഒരു ചെറിയൊരു പ്രോജക്റ്റ് റെഡിയാക്കണം. വലിയ ഇതൊന്നും വേണ്ട, സാങ്കേതികമായിട്ടുള്ള ജ്ഞാനമൊന്നും വേണ്ട പ്രോജക്റ്റ് റെഡിയാക്കാനായിട്ട്. ഒരു ചെറിയൊരു പ്രോജക്റ്റ്, എന്താണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെയാണ് ഞാൻ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എത്ര രൂപയ്ക്കായിരിക്കും ഇത് വിൽക്കുന്നത്, അതിനെല്ലാം പ്രോജക്റ്റിനകത്ത് വരണം. അതിനുശേഷം അവൻ ഇത്ര രൂപ കർഷകന് ഞാൻ ഭൂ ഉടമസ്ഥന് ഞാൻ കൊടുക്കും. ഇതെല്ലാം ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് വരികയും ആ പ്രോജക്റ്റ് ക്യാപ്കോയിൽ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ക്യാപ്കോ ഇതൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യും, നോക്കും ഇത് ശരിയാണോ, ഈ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് നോക്കിയതിന് ശേഷം വിദഗ്ധർ കുറേ പേരുണ്ടാവും. അവർ നോക്കിയതിന് ശേഷം അവർ പറയും ശരി, ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകാം. അതിനുശേഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള എഗ്രിമെൻ്റ് സൈൻ ചെയ്യും. ആരൊക്കെ സൈൻ ചെയ്യും? ആ ഭൂ ഉടമസ്ഥയും ഭൂമി ഏറ്റെടുക്കാൻ പോകുന്ന കർഷകനും ക്യാപ്കോയും കൂടെ ഒരു 3 പേരും ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു എഗ്രിമെൻ്റാണ് നമ്മൾ സൈൻ ചെയ്യുന്നത്. അതിന് പിന്നെ മുന്നോട്ട് കർഷകൻ തന്നെ അത് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക.
അപ്പോൾ ഈ കരാറിൻ്റെ സെലക്ഷൻ, ബിഡിങ്, കരാറിൽ ഒപ്പിടുന്നത് എല്ലാ കാര്യത്തിലും സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള കാപ്പോ എന്നുള്ളൊരു കമ്പനിയുടെ ഒരു താങ്ങും ഒരു സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും. അപ്പോൾ കർഷകന് അതുപോലെ തന്നെ കൃഷി ഉടമയ്ക്കും പേടിക്കാതെ തന്നെ ഭൂമി കൈമോശം വരുമെന്നോ അല്ലെങ്കിൽ അവരുടെ കൃഷി നഷ്ടപ്പെടുമെന്നോ പേടിക്കാതെ രണ്ട് കൂട്ടർക്കും വളരെ സുരക്ഷിതമായ ഒരു എഗ്രിമെൻറ്റിലൂടെ മുന്നോട്ട് പോകാൻ കഴിയും. ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കർഷകന് തോന്നുകയാണ് കുറച്ചുകൂടെ സാങ്കേതികമായിട്ടുള്ള എനിക്ക് ആവശ്യമാണ്, ഞാൻ ചെയ്യാൻ പോകുന്നത് ഇന്ന കൃഷിയാണ്, പുതിയ നൂതനമായ കൃഷി രീതികൾ ചെയ്യണം, പ്രിസിഷൻ ഫാമിങ്ങോ അല്ലെങ്കിൽ പോളി ഹൗസോ. അപ്പോൾ അതിന് സഹായം അഭ്യർത്ഥിക്കുമ്പോഴത്തേക്ക് ക്യാപ്കോയുടെ സഹായത്തോടു കൂടി ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള പരിജ്ഞാനം അവർക്ക് കിട്ടുകയും അത് എവിടെ നിന്നൊക്കെ സബ്സിഡി കിട്ടുന്നുണ്ട്, ഏതൊക്കെ ഭാഗത്ത്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് സബ്സിഡി, സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചറിൽ നിന്നും സബ്സിഡി, നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൽ നിന്ന് സബ്സിഡി, ഇങ്ങനെയുള്ള സബ്സിഡികൾക്കൊക്കെ എവിടെ നിന്നൊക്കെ കിട്ടും, ഇതെല്ലാം കർഷകർ നമുക്ക് പറഞ്ഞു കൊടുക്കാനും അതനുസരിച്ചിട്ട് കർഷകന് അത് ലഭ്യമാക്കി കൊടുക്കാനായിട്ടുള്ള ചുമതല കൂടെ ക്യാപ്കോ ഇത് ഉണ്ട്. അപ്പോൾ കൃഷി വകുപ്പിന് തുടർന്നുള്ള കൃഷിയുടെ രീതിയിൽ എല്ലാവിധ സഹായങ്ങളും കർഷകന് കൊടുക്കാനും കഴിയും. ഒരു കർഷകന് തന്നെ ഒന്നിലധികം ഭൂമി ഈ പദ്ധതിയിൽ തിരഞ്ഞെടുക്കാൻ കഴിയും. ഉറപ്പായിട്ടും. അപ്പോൾ എനിക്ക് ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ പ്ലാവ് ഇന്ന സ്ഥലത്ത് ചെയ്യാം, അടുത്ത സ്ഥലത്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ വാഴ ചെയ്യാനായിരിക്കും സൂട്ടബിൾ, അപ്പോൾ അതിനും ചെയ്യാം, അദ്ദേഹം വാഴയും ചെയ്യാം. അപ്പോൾ ഏതാണ് സൂട്ടബിളായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കൃഷി രീതി എന്ന് പറയുന്നത് കർഷകൻ തന്നെ തിരഞ്ഞെടുക്കുക. ഇതിനകത്ത് ഒരേ ഒരു അഡ്വാൻറ്റേജ് മാത്രം, ഏറ്റവും നല്ലൊരു അഡ്വാൻറ്റേജ് എന്ന് കാണുന്നത് കർഷകൻ തീരുമാനിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനുശേഷം കർഷകൻ അറിയാം ഇതെവിടെ വിൽക്കണമെന്ന്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പ്രശ്നം മാർക്കറ്റിങ്ങിലാണ് കർഷകനാണ്. പക്ഷേ ഇതെല്ലാം അറിയാവുന്നൊരു കർഷകനായിരിക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു നവോത്ഥാനം. അപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള ഇപ്പോൾ ഏകദേശം 4300ഓളം ഏക്കറും ഏകദേശം 200ഓളം കർഷകരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ട്രൈപാർട്ടൈറ്റ് എഗ്രിമെൻ്റ് വെച്ച കുറച്ച് കർഷകർക്ക് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഇതെവിടെയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പം ഇതിന് പ്രത്യേകിച്ച് ഒരു പരിജ്ഞാനം ലഭിച്ച കുറേ ആൾക്കാരാണ് ഇതെടുക്കുന്നത്. അതുകൊണ്ട് ആ റിസ്ക് ഭയങ്കര കുറവാണ്. അത് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജാണ് ഈ നവോത്ഥാനത്തിൽ. അപ്പം നിലവിൽ ഒത്തിരി ആൾക്കാർ ഇതിനെ ഭാഗമാക്കാനായിട്ട് താല്പര്യപ്പെട്ട് വരുന്നുണ്ടല്ലേ സാർ? പറഞ്ഞ പോലെ 4700ഓളം ഏക്കർ, ഏകദേശം 200ഓളം. നിലവിൽ ഏതെങ്കിലും സർവീസ് ലെവൽ അഗ്രിമെന്റിലോട്ട് പോയി ഏതെങ്കിലും ഉണ്ട്. അത് നമ്മുടെ ദേവസ്വത്തിൻ്റെ ഭൂമി മലപ്പുറത്ത് അത് ഇട്ടെടുത്തിരിക്കുന്ന കർഷകൻ വളരെ വിചിത്രമായിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പ്ലാവാണ്. ഏകദേശം 10, 14, 15 ഏക്കറിൽ അദ്ദേഹം പ്ലാവ് ചെയ്തിരിക്കുന്നു. അദ്ദേഹം ആദ്യം വച്ചിരിക്കുന്നത് നമ്മുടെ ഉടനെ തന്നെ ഈൽഡ് നൽകുന്ന വിയറ്റ്നാം എയർലി പോലുള്ള പ്ലാവ് വെച്ചതിന് ശേഷം അതിൻ്റെ കൂടെ നാടൻ പ്ലാവും വെച്ചിട്ടുണ്ട്. അപ്പം വിയറ്റ്നാം എയർലിയുടെ ആയുസ് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ അധികം നാളില്ല. അപ്പോൾ കുറേ നാൾ നാടൻ പ്ലാവ് 5-6 വർഷമാകുമ്പോഴത്തേക്ക് കാച്ചു തുടങ്ങുന്ന സമയത്ത് വിയറ്റ്നാം എയർലി ഏകദേശം ഒരു രീതിയിലാകുമ്പോഴത്തേക്ക് പിന്നെ അദ്ദേഹത്തിന് നാടൻ പ്ലാവിൽ നിന്നും സ്ഥിരമായ വരുമാനം കിട്ടും. അങ്ങനെ ആ രീതിയിലാണ് കർഷകൻ ചിന്തിക്കുന്നത്. നമ്മൾ സാധാരണ ഒരു കൺവെൻഷണൽ അല്ലെങ്കിൽ സാധാരണ നാടൻ കൃഷി രീതികളിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്ന കർഷകരാണ് നവോത്ഥാനിലേക്ക് വരുന്നത്. ഇങ്ങനെയുള്ള കൃഷി രീതികൾ, തണ്ണിമത്തൻ ചെയ്യുക, അതുപോലെ തന്നെ പ്രിസിഷൻ ഫാമിംഗ് ചെയ്യുക, അങ്ങനെ ഒത്തിരി നൂതനമായിട്ടുള്ള ഐഡിയകളുമായിട്ടാണ് അവർ വരുന്നത്. അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നവോത്ഥാനത്തിൻ്റെ വലിയൊരു കടമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നേരത്തെ ഒരു പരമ്പരാഗത രീതിയിൽ നിന്ന് വിട്ട് കർഷകരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് അവരുടെ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കൈത്താങ് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പദ്ധതി. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറീസാണ് സാർ പറയുന്നത്. പിന്നെ സാർ എനിക്കുള്ള ഒരു സംശയം, നമ്മളിപ്പോൾ ക്ലൈമറ്റ് റെസിലിയൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് കേര. ഇതിലേക്ക് ഈ നവോത്ഥാനം എത്തിയത് എങ്ങനെയാണ്? കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷിമാർഗ്ഗങ്ങൾ അവലംബിക്കുക എന്നുള്ളതാണ് കേര പദ്ധതിയുടെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ പല ഘടകങ്ങളായിട്ട് ഇതിനെ നമ്മൾ ഈ പദ്ധതിയെ നമ്മൾ വിഭജിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രികൾച്ചർ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലൈമറ്റ് റെസിലിയൻ്റ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന കൃഷിമാർഗ്ഗങ്ങളിലൂടെ കൃഷി കുറച്ചുകൂടെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രൊഡക്ഷൻ കൂട്ടുക, വെറൈറ്റീസ്, അനുയോജ്യമായിട്ടുള്ള വെറൈറ്റീസ് സെലക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ ആസ്പെക്റ്റ് ഇതിനകത്തുണ്ട്. ഇത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പ്രൊഡക്ഷൻ അങ്ങ് കൂടുന്നു. പ്രൊഡക്ഷൻ കൂടുമ്പോഴത്തേക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് രണ്ടാമത്തെ ഒരു വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. ഇതിനെ നമ്മൾ കമേഴ്ഷ്യലൈസ് ചെയ്യണം അല്ലെങ്കിൽ വാണിജ്യവൽക്കരിക്കണം. ആ വാണിജ്യവൽക്കരിക്കണം വിടേണ്ട സമയത്ത് നമുക്ക് കുറേ ഹർഡിൽസ് ഉണ്ട്. അതിനകത്ത് ഒരു ഹർഡിൽ ഇതാണ്, അതായത് തുണ്ടുഭൂമിയായിട്ടുള്ള നമ്മുടെ കൃഷി രീതികൾ. തുണ്ട് രീതിയിലുള്ള കൃഷി രീതി ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി രീതി സാധ്യമല്ല. അവിടെയാണ് കേര ഇൻ്റർവ്യൂൻ ചെയ്യുന്നത്. കേരയുടെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അല്ലെങ്കിൽ കാർഷികത്തിനെ വാണിജ്യവൽക്കരിക്കുക എന്നുള്ളത് വലിയൊരു
അജണ്ടയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലാൻഡിൻ്റെ റിഫോം ആക്ടിവിറ്റി, പോളിസി റിഫോംസ്, അതായത് നമ്മുടെ നോർമൽ കിടക്കുന്ന ഈ പല ലാൻഡ് റിഫോംസ് ആക്റ്റൊക്കെ ഉണ്ട്. അതനുസരിച്ച് കൃഷിഭൂമികൾ പലപ്പോഴും നമുക്ക് ഈ പറയുന്നത് പോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ വരും. അവിടെ നമ്മൾ കേര ഇൻ്റർവ്യൂൻ ചെയ്യാണ്. അവിടെയാണ് നവോത്ഥാൻ പദ്ധതിയെ കൊണ്ട് നമ്മൾ പ്ലഗ് ഇൻ ചെയ്യുന്നത്. ആ നവോത്ഥാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അറിയാം ലാൻഡ് പോളിസി റിഫോമിൻ്റെ വലിയൊരു മാറ്റമാണ് ഈ നവോത്ഥാനിൽ കൂടെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നവോത്ഥാൻ കേരളയിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ നവോത്ഥാൻ പദ്ധതി കേരളത്തിലെ ജനതകൾക്ക് മുഴുവൻ അറിയാവുന്ന രീതിയിൽ ഇതിനെ ഒന്ന് പോപ്പുലറൈസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ക്യാമ്പയിനിങ് കേര വഴി നടക്കുന്നുണ്ടാകും. അതിൻ്റെ ഒരു ഫണ്ടിങ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേര ഇത് നവോത്ഥാൻ നടപ്പിലാക്കണമെങ്കിൽ ധാരാളം ഫീൽഡ് ലെവൽ ഓഫീസേഴ്സ് വേണം. അപ്പം അതിനുള്ള സാധ്യത കേരയിൽ കാണുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മളൊരു പദ്ധതി ചെയ്യുമ്പോഴത്തേക്ക് വിത്തിടുന്നത് തൊട്ട് അത് വിളവെടുക്കുന്നത് വരയ്ക്കും ഒരു ഡോക്യുമെൻറ്റേഷൻ ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ കൃഷിയിൽ ഇല്ലാത്തൊരു സാധനമാണ്. നമ്മൾ ആരും അതിനെക്കുറിച്ച് വലിയ താല്പര്യം കാണിക്കാറില്ല. പക്ഷേ ഇങ്ങനെയുള്ളൊരു പദ്ധതി ഡോക്യുമെൻറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ഇത് ജനങ്ങൾ അറിയണം. സക്സസ് സ്റ്റോറി ജനങ്ങൾ അറിയണമെങ്കിൽ ഇത് ഷുഡ് ബി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടാവണം. ആ ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗം കൂടെ കേര നിർവഹിക്കുകയാണ്. അങ്ങനെ കമേഴ്സ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചറിലെ ലാൻഡ് റിഫോം പോളിസിയിൽ നവോത്ഥാൻ എന്ന് പറയുന്നത് വലിയൊരു മാറ്റുകൂട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. കേരളത്തിലെ കർഷക സമൂഹത്തിന് ഒന്നടങ്കവും പ്രത്യേകിച്ച് യുവ കർഷകർക്ക് വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് സുരേഷ് സാർ ഇവിടെ അവതരിപ്പിച്ചത്. എനിക്ക് തന്നെ നേരിട്ട് അറിയാം, കൃഷിയിലേക്ക് ഇറങ്ങാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ധാരാളം യുവജനങ്ങളുണ്ട്. എന്നാൽ അവർക്ക് മുന്നിൽ പലയധികം ചോദ്യങ്ങളുണ്ട്. അവർക്ക് ആവശ്യമായ സപ്പോർട്ട് കിട്ടുമോ, അവർക്ക് ആവശ്യമുള്ള കൃഷിഭൂമി ഉണ്ടോ? പക്ഷേ ഇതിനൊക്കെ വളരെ സഹായകരമായി വരുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് ഇന്ന് നമ്മുടെ കൃഷി വകുപ്പ് അവതരിപ്പിച്ചിരിക്കുന്ന നവോത്ഥാൻ പദ്ധതി. ഈ പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷി തുടങ്ങുന്നത് മുതൽ അവർക്ക് മാർക്കറ്റ് ലിങ്കേജ് വരെയുള്ള കാര്യങ്ങൾക്കുള്ള സപ്പോർട്ട് കേര പദ്ധതി മുഖേന നടപ്പിലാക്കി വരുന്നുണ്ട്. നവോത്ഥാൻ പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്ത കേര പദ്ധതിയുടെ പ്രൊക്യൂർമെൻറ്റ് ഓഫീസർ ശ്രീ സുരേഷ് തമ്പി സാറിന് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.